നിതിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ കൂടെ കഴിക്കുന്ന വെളുത്ത തേങ്ങാ ചമ്മന്തിയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങയും 3 ചെറിയ ഉള്ളിയും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താട്ടോ. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2-3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനത് ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കട്ടിയായിട്ട് തന്നെയാണ് ചമ്മന്തി വേണ്ടതെങ്കിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇത്തിരി ലൂസായിട്ട് വേണ്ടതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകി ഇങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ മെയിനായിട്ട് കഴിക്കുന്ന ഒരു സൈഡ് ഡിഷാണ് തേങ്ങാ ചമ്മന്തി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.